ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പേജ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായി എല്ലാം കണക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് എല്ലാം ഇടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എല്ലാം വയ്ക്കുമ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും റിഫ്ലക്റ്റ് ആകും. അപ്പോൾ ഈ ഒരു ക്രോസ് സപ്പോർട്ടിംഗ് എല്ലാം നമുക്ക് വളരെ ഈസിയായി ഇവിടെ ലഭിക്കും. അതിനാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രോത്ത്, അതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം എല്ലാം ഉണ്ടാക്കാനും ഈ ഒരു മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നിലവിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കണ്ടന്റ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് പേജ് എല്ലാമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് പേജാണോ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായി കണക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നിന്നും മാറി ഞാൻ ഈ ഒരു പേജ് എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി പോകേണ്ടത് ഇവിടെ സൈഡിലായി നിങ്ങൾക്ക് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇനി ഇവിടെ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ സെറ്റിംഗ്സ് എന്നതിൽ ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ വാട്സപ്പ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. വാട്സപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വാട്സപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യാം. നമ്മൾ നിലവിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമാണ് കണക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം കണക്റ്റ് അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കണക്റ്റ് എന്നതിൽ വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അലോ ആക്സസ് ടു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇൻബോക്സ്, ഇങ്ങനെ ഈ ഒരു കാര്യമെല്ലാം നമ്മൾ ഇവിടെ കൺഫേം എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ലോഗിൻ ആസ് യൂട്യൂബ് ടെക് ടിപ്സ് മലയാളം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരെന്താണോ അത് ഇവിടെ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ആണെങ്കിൽ നമുക്ക് അതിൽ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നെയിം എല്ലാം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു യൂട്യൂബ് ടെക് ടിപ്സ് മലയാളം എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ടെക് ടിപ്സ് മലയാളം എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇത് രണ്ടും ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഇവിടെ ഞാൻ ഇത് നേരത്തെ തന്നെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഈ ഒരു അക്കൗണ്ട് എല്ലാം ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം അതുപോലെ അതിൻ്റെ പാസ്വേഡ് എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്യാനെല്ലാം പറയും ഈ ഒരു കണക്ഷൻ എല്ലാം ചെയ്യുന്നതിന്. ഇപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ട് എല്ലാം തന്നെ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കണക്റ്റ് ചെയ്തത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡിസ്കണക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിസ്കണക്റ്റ് അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്ത് ഇത് ഒഴിവാക്കാനും സാധിക്കും. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി ഈ ഒരു അക്കൗണ്ട് എല്ലാം ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനായി ഞാൻ ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നതിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പേജ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ ഇൻഫർമേഷൻ എന്നതിന് താഴെയായി പേജ് എന്ന് കൊടുത്ത് യൂട്യൂബ് ടെക് ടിപ്സ് മലയാളം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ഇത് കണക്റ്റ് ചെയ്യേണ്ട, ഡിസ്കണക്റ്റ് ചെയ്യണമെങ്കിൽ ഡിസ്കണക്റ്റ് പേജ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഡിസ്കണക്റ്റ് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ കണക്റ്റ് ചെയ്യുക മാത്രമല്ല, ഇനി നമ്മൾ ക്രോസ് പോസ്റ്റിംഗ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും ഇതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റീൽസ് അതും അല്ലെങ്കിൽ സ്റ്റാറ്റസ് എല്ലാം നമ്മൾ ഇടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവുക. ഇതിനായി നമ്മൾ എവിടെയാണ് പോവുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ലൈനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. ക്രോസ് പോസ്റ്റിംഗ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പേജ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു നെയിം അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുള്ള പ്രൊഫൈൽ ഫോട്ടോ എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം സ്റ്റോറീസ് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഇത് ഫേസ്ബുക്കിൽ വരണമെങ്കിൽ ആദ്യം ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. അതുപോലെ പോസ്റ്റ് ഇടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകണമെങ്കിൽ ഇതുകൂടി ഓൺ ചെയ്ത് വയ്ക്കുക.
ഇനി റീൽസ് ഇടുമ്പോൾ ഇത് നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് പോകണമെങ്കിൽ ഇതുകൂടി നമ്മൾ ഇത്തരത്തിൽ ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് വരിക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്